ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രത്ത് പൂജപ്പുരയിലുള്ള സരസ്വതി മണ്ഡപത്തിലാണ്. നവരാത്രി ഉത്സവം തുടങ്ങിയിട്ട് ഇന്ന് 3 ദിവസമായിട്ടുണ്ട്. ഏറെ ഒന്നും പറയുന്നില്ല, എൻ്റെ സ്വന്തം സ്ഥലമാണ് പൂജപ്പുര. ഞങ്ങൾ കുഞ്ഞിലെ മുതൽ ഏറ്റവും ആഘോഷകരമാക്കിയിരുന്ന ഉത്സവമാണ് ഈ പൂജയെടുപ്പ്. ഈ ഒരു സ്ഥലത്തിന് പൂജപ്പുര എന്ന് പേര് വരാൻ കാരണം തന്നെ ഈ ക്ഷേത്രത്തിലെ പൂജാ മഹോത്സവം കാരണമാണെന്നും ഒരു പഴമൊഴി ഞാൻ കേട്ടിട്ടുണ്ട്. 9 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ നവരാത്രി ഉത്സവം എന്ന് പറയുന്നത്. ആദ്യത്തെ 7 ദിവസത്തേക്കാൾ ഏറ്റവും പ്രധാനം ലാസ്റ്റത്തെ 2 ദിവസമാണ്. ലാസ്റ്റത്തെ 2 ദിവസത്തിലാണ് പൂജ വയ്ക്കുന്നതും പൂജ എടുക്കുന്നതും. ഈ പൂജ വയ്ക്കുന്നതും പൂജ എടുക്കുന്നതും നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലേ പൂജ വയ്പ്പ് എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം ആരും നമ്മളോട് പഠിക്കാനായിട്ട് പറയില്ല. പിറ്റേ ദിവസം പൂജ എടുക്കുന്നത് വരെ ആരും, അമ്മയായിക്കോട്ടെ ടീച്ചറായിക്കോട്ടെ, ആരും നമ്മളെ ശല്യം ചെയ്യത്തുമില്ല. അതുകൊണ്ട് ഈ പൂജ എടുപ്പെന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉത്സവം കൂടിയാണ്. നമ്മുടെ സരസ്വതി മണ്ഡപത്തിനോട് ചേർന്ന് തന്നെ കാണപ്പെടുന്ന ഈ ഒരു കൽമണ്ഡപത്തിന് സരസ്വതി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടാണ് കുമാരസ്വാമി വന്നതിന് ശേഷമുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. മുഴുവനും ദീപാലങ്കൃതമായ രീതിയിൽ ഏകദേശം നമ്മളൊരു ഓണാഘോഷമൊക്കെ കാണുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു പൂജ എടുപ്പ് സമയത്തുള്ളത്. ഈ 9 ദിവസവും ഇവിടെ ആളുകളുടെ ജനസാഗരമായിരിക്കും കേട്ടോ. പൂജയെടുപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു സരസ്വതി ക്ഷേത്രം കൂടാതെ ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ അമ്യൂസ്മെൻറ്റ് പാർക്കും അതുപോലെ തന്നെ ഈ ഷോപ്പുകളൊക്കെ വരാറുണ്ട്. അവിടെയും നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത്തവണ ഞാൻ വെറൈറ്റി ആയിട്ട് കണ്ടൊരു സാധനമാണ്. അവിടെ ഫിഷ് സ്പാ വന്നിട്ടുണ്ട്. 100 രൂപയാണ്. 100 രൂപയ്ക്ക് നമുക്ക് 10 മിനിറ്റ് ഈ ഇത് ഫിഷ് സ്പാ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യം കാണുന്നത് ഒരു സ്റ്റോളാണ്. അവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു സ്റ്റോളിൽ നിന്ന് അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. വെറൈറ്റി ആയിട്ട് തോന്നിയത് നമ്മുടെ ഫാനൊക്കെ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഇതാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അതുപോലെ ബുക്സ് ആയിക്കോട്ടെ, പിന്നെ ഹൽവാസ്, ലേഡീസിൻ്റെ ഓർണമെൻറ്റ്സ്, കമ്മൽ, മാല, കുഞ്ഞുങ്ങൾക്കുള്ളത് എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആണ്. ഏകദേശം നമ്മളൊരു കന്യാകുമാരിയൊക്കെ പോയിട്ടുള്ള ആ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. നല്ല രസമാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. പണ്ടും ഞാൻ നോക്കി നിൽക്കുന്നൊരു കാര്യമാണ്. ഇതുപോലെ ഈ കപ്പലിൻ്റെ മിഠായി, മിച്ചർ മിഠായിയൊക്കെ നമുക്കിങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കി ചൂടോടെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. അതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള കുറേ മിഠായികൾ ഇപ്പം നമുക്ക് അന്യം നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ കാണാൻ പറ്റാത്ത, എന്താ പറയുക, നമുക്കിങ്ങനെ നാട്ടിൽ സുലഭമല്ലാത്ത ടൈപ്പ് പണ്ടത്തെ മിഠായികളുണ്ടല്ലോ. പുളിമിഠായി, ജീരകം മിഠായി, അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അവിടെ കണ്ടതിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് അവർ തന്നെ പരിചയപ്പെടുത്തുന്നത് തന്നെ നിങ്ങൾ കേട്ടോ. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാം. മാഡം, നമ്മൾ കടകളിൽ നിന്ന് പുറമേന്ന് വാങ്ങുന്ന ബുക്ക് ഒറ്റത്തവണ യൂസ് ആണ്, 1 ടൈം യൂസ് അല്ലേ. കുഞ്ഞുമക്കളെ ABCD, അവൻ ചെറുതാണ്, നമുക്ക് ചിത്രങ്ങൾ കാണിച്ച് പറഞ്ഞു കൊടുക്കാം, പഠിപ്പിക്കാം. C4 ക്യാമിൽ കളറിങ് ചെയ്യാം. ഇനി അവൻ വരച്ചു വെക്കുന്ന പ്രായമാണ്. വരച്ചു വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? എടുത്ത് കളയും ഇല്ലേ? കളയണ്ടേ? വേണ്ട. നനഞ്ഞ തുണി ഉപയോഗിക്കാം മാം. രസകരമായിട്ട് മായ്ച്ച് 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 അവനെ കൊണ്ട് പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാം. സാർ, ഇത് കുടുംബശ്രീയുടെ ആണ്, കോഴിക്കോട് നിന്ന് വരുന്നതാണ്. 16 പേജ്. ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് കടകൾക്ക് സപ്ലൈ ഇല്ല. എത്ര കൊല്ലം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫസ്റ്റ് ക്വാളിറ്റി പേപ്പറാണ്. ഈ റിപ്പോർട്ട് മായ്ച്ച് യൂസ് ചെയ്യാവുന്ന പുസ്തകം. ബുക്ക് നോക്കി 1 മിനിറ്റ് പിടിച്ചു. സംഭവം വളരെ വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ചേച്ചി പറയുന്നത് എന്നെ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നത്. ഇതുപോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് നിന്ന് അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു സ്റ്റോളിനേക്കാളൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഈ റൈഡുകൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു സാധനം മാത്രം ഓപ്പൺ ആയിട്ടില്ല. മറ്റേ 360 ഡിഗ്രിയിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, മറ്റേ 3D ഷോ പോലത്തെ, അതിൻ്റെയാണ്. ഇത് നമുക്ക് ഏകദേശം നാളെ ഓപ്പൺ ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളിലും ആൾക്കാർ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂവും തിരക്കൊക്കെയാണ് കേട്ടോ. എനിക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു, എന്താ പറയുക, നമുക്ക് പണ്ട് മുതലേ, കുഞ്ഞിലേ മുതലേ നമ്മൾ ഈ ഒരു സമയമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മ ഈ റൈഡുകളിൽ കയറിക്കുക അതൊക്കെയാണ് കേട്ടോ. ഈ ഒരു റൈഡുകളിൽ എപ്പോഴും കേമൻ എന്ന് പറയുന്നത് ഈ ഒരു ജയൻ വീൽ തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനത്തിൽ കയറാറേ ഇല്ല. എപ്പോഴും സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അമ്മമാരെന്നോ കുഞ്ഞുങ്ങളെന്നോ മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൈഡുകൾ അവിടെ ഉണ്ട്. ഒരുപാട് തിരക്കുണ്ട്. പക്ഷേ മുൻ വർഷത്തെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തവണ ഭയങ്കര തിരക്ക് കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ.
അത് മഴയായതുകൊണ്ടായിരിക്കാം. കഴിഞ്ഞ 2 ദിവസവും നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്നും മഴ കാണുമെന്ന് വിചാരിച്ചായിരിക്കും ഇത്രയും തിരക്ക് കൂടെ കണ്ടു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ നിർത്തുവാണേ. ഏകദേശം ഒരു 10 മണിയോളമായിട്ടോ. ഞങ്ങൾ ഒരു 7 മണിക്ക് ഇവിടെ വന്നതാണ്. സമയം പോയത് അറിഞ്ഞില്ല. ഒരു 3 മണിക്കൂർ ദാന്ന് പറഞ്ഞ പോലെ പോയി. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു.